നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. വലിയ തരത്തിൽ ഭിന്നഭിപ്രായം ഉടലെടുക്കും എന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം വലിയ തിരിച്ചടി നൽകി മലപ്പുറത്തെ DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അച്ചടക്കമുള്ള പ്രവർത്തകർ അതിൽ ഉറച്ചു തന്നെ നിൽക്കും, അതിലൊരു ഭിന്നാഭിപ്രായവുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് DCC അധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ കടമയാണ് എന്നുള്ളതും കൂടി VS ജോയ് പറഞ്ഞതോടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പിനെല്ലാം ആറുതി വന്നിരിക്കുന്നു. വാസ്തവത്തിൽ VS ജോയിയുടെ പേര് പരാമർശിച്ചത് തന്നെ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് PV അൻവറാണ് ഈ പേര് നിർദ്ദേശിച്ചത്. VS ജോയി ആണെങ്കിൽ താൻ ശക്തമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആയതുകൊണ്ട് തനിക്ക് ആലോചിക്കാൻ സമയം വേണം എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് MV ഗോവിന്ദനെ കണ്ടുവെന്നും MV ഗോവിന്ദനുമായി രഹസ്യ ചർച്ച നടത്തി ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കാൻ വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. ഇത് എന്തെങ്കിലും വാസ്തവമുള്ള കാര്യമാണോ എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അൻവർ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്, താൻ UDFൽ ഏതൊരു വ്യക്തി വന്നാലും പിണറായിസത്തിനെതിരെ ആയതുകൊണ്ട് നിരുപാധികം പിന്തുണ കൊടുക്കും, ഏത് ചെകുത്താനായിരുന്നാലും പിന്തുണ കൊടുക്കും, പക്ഷേ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനുണ്ട് എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. നമുക്കറിയാം PV അൻവറിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ആദ്യം CPIM സ്വതന്ത്ര സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് DMK എന്ന ഒരു പാർട്ടി തുടങ്ങി, അത് ഒന്നും ഒരിടത്തും എത്തുന്നില്ല എന്ന് കണ്ടതോടുകൂടി തൃണമൂൽ കോൺഗ്രസ് അംഗത്വമെടുത്ത് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാക്കാൻ, UDFൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ PV അൻവറിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് അൻവറിനെ UDFലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഭിന്നാഭിപ്രായം ഒന്നും തന്നെ ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ഈ വിജയത്തിൽ, അതായത് തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായ ഒരു റോള് വഹിക്കാനുണ്ട് എന്നുകൂടി VD സതീശൻ പറഞ്ഞ് അദ്ദേഹത്തിനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതായത് കുപ്പിയിൽ അടച്ച ഭൂതത്തിനെ പോലെ PV അൻവറിൻ്റെ സഹായം സതീശൻ വളരെ സ്മാർട്ടായിട്ട് ചോദിച്ച് വാങ്ങിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അൻവർ പോലും അറിയാതെ അൻവറിനെ കൃത്യമായി UDF യൂസ് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. കാരണം ഒരു മുന്നണിയെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അൻവർ ആദ്യം ചെയ്തത്. ഞാൻ തീരുമാനിക്കും നിലമ്പൂരിൽ ആര് മത്സരിക്കണം UDF സ്ഥാനാർത്ഥിയായിട്ട് എന്നൊക്കെ പറയാൻ ഈ അൻവർ ആരാ എന്നുള്ളതാണ് ചോദ്യം. അൻവറിൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്, കുറേ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, ഭൂസ്വത്തുകൾ, ധാരാളം ഭൂസ്വത്തുക്കളുണ്ട്, ആഫ്രിക്കയിലും മറ്റുമൊക്കെയായി സ്വർണ്ണ ഖനിയുമായി ബന്ധപ്പെട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള ആരോപണം ഷാജൻ സ്കറിയ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചതാണ്. നമുക്കറിയാം അൻവറിനെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായി എതിർക്കുന്നത് ഷാജൻ സ്കറിയാണ്. എന്തുകൊണ്ടെന്നാൽ ഷാജൻ സ്കറിയും അൻവറും നിയമ പോരാട്ടം നേർക്കുനേർ നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളെ പൊളിച്ചെടുക്കാൻ ഷാജൻ സ്കറിയ നീങ്ങുമ്പോൾ ഈ PV അൻവർ അതിനെതിരെ വലിയ രീതിയിൽ പിണറായിയുടെ കവചമായി നിന്നിട്ടുണ്ട്. PV അൻവറിൻ്റെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പല വീഡിയോകളും ഷാജൻ സ്കറിയ ചെയ്യുമ്പോൾ അൻവറിന് രോക്ഷാകുലനായിട്ടുണ്ട്. അൻവർ എന്നാൽ UDFൽ പോയാലും ഒരു രീതിയിലും അദ്ദേഹത്തിന് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഷാജൻ സ്കറിയയുടെ നിലപാട്. എന്തു തന്നെയായിരുന്നാലും അൻവറിന് ഒരു രീതിയിലും നേട്ടമുണ്ടാക്കാതെ, എന്നാൽ അൻവറിനെ കൊണ്ട് പരമാവധി ഗുണമുണ്ടാക്കിപ്പിക്കാനുള്ള UDF തന്ത്രമാണ് നടക്കുന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കാൻ സതീശൻ്റെ പരിപാടി കിടിലം.